ജനതാ പാർട്ടി പ്രാദേശിക തലം മുതൽ എത്താൻ പോകുന്നതും ഈ ലഹരി മാഫിയക്കെതിരായിട്ടാണ്. ഇന്ന് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഭാവി തലമുറയെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം, അതിന് നേതൃത്വം കൊടുക്കാൻ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. കേന്ദ്രത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാർക്ക് വരെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചനകളും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലും ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ആദ്യം നമുക്ക് കേരളത്തിന് വേണ്ടത് ജീവൻ തുടിക്കുന്ന നല്ലവരായിട്ടുള്ള നമ്മുടെ മക്കളെയാണ്, കുട്ടികളെയാണ്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടം അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ തന്നെയായിരിക്കും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അമ്മമാരും എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ബാക്കി ഇതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആളുകളുണ്ട്, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവർ നിങ്ങളോട് കോർ കമ്മിറ്റിക്ക് ശേഷം സംസാരിക്കും. ഒരു കാര്യം, അതായത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് CPM-ലേക്ക് വനിതാ പ്രതിനിധിത്വം ഇല്ലെന്നുള്ളതാണ്. എങ്ങനെയാണ് ഇന്നലെ CPM-ന്റെ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ പ്രൈവറ്റ് കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സോഷ്യലിസത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയിൽ ഞാനൊക്കെ കരുതിയത് ഒരു 1/2 ഡസനെങ്കിലും സ്ത്രീകൾ കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്നുള്ള രീതിയിൽ വരാൻ പോകുന്ന നാളുകളിൽ എല്ലാ സമയത്തും പ്രസംഗത്തിൽ മാത്രമാണ് സ്ത്രീക്ക് തുല്യതയുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ആ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അതെന്തായാലും നല്ല കാര്യമായി പോയി എന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ 33% വനിതകൾക്ക് സംവരണം കൊടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭരണഘടന പൊളിച്ചെഴുതിയ ഞങ്ങളുടെ പൂർവ്വസൂരികളായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു മുരളി മനോഹർ ജോഷിജിയും ലാൽകൃഷ്ണ അദ്വാനിജിയും. അതിനുശേഷമാണ് ഇവിടെ കേരളത്തിൽ ഞങ്ങൾക്ക് 1/2 ഡസനിലധികം വരുന്ന സ്ത്രീകൾ സംസ്ഥാന ഭാരവാഹികൾക്കകത്തുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ ഒരു സ്ത്രീ ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പതിറ്റാണ്ടുകൾക്ക് മുൻപും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉമാഭാരതിയും അതുപോലെ തന്നെ ശ്രീമതി സുഷമ സ്വരാജും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുകയും ജനപക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള കേന്ദ്രത്തിലെ പ്രഗത്ഭമായിട്ടുള്ള ഒരു വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി നിർമ്മല സീതാരാമനാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ സ്ത്രീകളെ കൂടുതൽ പ്രസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് ഏത് കസേരയിൽ ഏതെല്ലാം കസേരകളിൽ സ്ത്രീ ഇരിക്കുന്നു എന്നുള്ളതല്ല, സ്ത്രീയുടെ പ്രാതിനിധ്യം അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിനോട് 100 വട്ടം യോജിക്കുകയാണ്. അത് ഞങ്ങളുടെ ഭരണഘടന തീരുമാനമെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ മാറ്റം കേരളത്തിലുണ്ടാകും. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തു നിന്ന് അവരുടെ തന്നെ ആളുകളുടെ വോട്ടുകൾ നേടിക്കൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20%-ലധികം വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിധ്വനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് നമുക്കെല്ലാം കാണാൻ സാധിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. സ്ത്രീയുടെ തുല്യത എന്ന് പറയുന്നത് അത് ഈ തട്ടുപൊളിപ്പൻ പരിപാടി കൊണ്ട് അവസാനിക്കും എന്നൊന്നും ഞങ്ങൾ ആരും കരുതുന്നില്ല. അല്ല, നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാകാതെയല്ല ഞാൻ നിൽക്കുന്നത്. അത് കൃത്യമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആരായിരിക്കും എപ്പോഴായിരിക്കും പ്രസിഡന്റ് എന്നതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകും. അതുവരെ ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട. നമ്മളെല്ലാവരും ചേർന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ കത്തി കണ്ടുപിടിക്കാൻ പോയ ആളുകളാണ്. നിങ്ങൾക്കറിയാഞ്ഞിട്ടല്ലോ ഏത് വഴിയിലൂടെയാണ് മയക്കുമരുന്ന് വരുന്നത്, ആരാണ് ഈ മയക്കുമരുന്ന് വ്യാപിപ്പിക്കുന്നത്, ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, എവിടെയെല്ലാമാണ് ഇത് എത്തിയിട്ടുള്ളത്, ഏതെല്ലാം കുട്ടികളെ ലഹരി മരുന്നിന് അടിമകളാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങൾ മുന്നിലുണ്ടാകും. നിങ്ങൾ കൂടി കൈ തന്നാൽ ഈ കേരളത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ആരേത് കസേരയിൽ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ലഹരി മാഫിയയെ അടിച്ചമർത്താൻ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പോരാട്ടം നടത്തണം. അതായിരിക്കണം ഒന്നാമത്തെ കാര്യം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പത്മകുമാറിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുമോ? അല്ല, നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കോൺഗ്രസിൻ്റെ 3 മണ്ഡലം തലത്തിലുള്ള നേതാക്കന്മാർക്ക്
ഷാലിട്ട് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ, കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ BJPയിലേക്ക് വരുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ അവരുടെ കീഴ്വഴക്കങ്ങളും അവരുടെ ചിന്താഗതികളിലും മാറ്റമുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ.